വിമൻ കാസ്റ്റ് ആൻഡ് റിഫോം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലൊരു ചാപ്റ്ററാണ്. ഇതിൽ രണ്ടാമത്തെ പാർട്ടാണ്. ഗേൾസ് ബിഗിൻ ഗോയിങ് ടു സ്കൂളിലോട്ട് പെൺകുട്ടികൾ പോകാൻ തുടങ്ങുന്നതിനെക്കുറിച്ചും അപ്പോൾ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. Many of the reformers felt that education for girls was necessary in order to improve the condition of women. സ്ത്രീകളുടെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് എഡ്യൂക്കേഷൻ അയക്കണം, അത് വളരെ അത്യാവശ്യമാണ് എന്ന് പല റിഫോമേഴ്സിനും തോന്നിത്തുടങ്ങി. വിദ്യാസാഗർ ഇൻ കൽക്കട്ട ആൻഡ് മെനി അതർ റിഫോമേഴ്സ് ഇൻ ബോംബെ സെറ്റപ്പ് സ്കൂൾസ് ഫോർ ഗേൾസ്. കൽക്കട്ടയിൽ വിദ്യാസാഗറും അതുപോലെ തന്നെ ബോംബെയിൽ മറ്റു പല റിഫോമേഴ്സും ഗേൾസിന് വേണ്ടിയിട്ട് സ്കൂളുകൾ ഉണ്ടാക്കി. വെൻ ഫസ്റ്റ് സ്കൂൾസ് were opened in the mid-19th century, many people were afraid of them. സ്കൂളുകൾ തുടങ്ങിയപ്പോൾ പലർക്കും ഭയമായിരുന്നു. They feared that the schools would take girls away from home. പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് അകറ്റുമെന്നും അതുപോലെ തന്നെ പ്രിവെൻറ്റ് ദം ഫ്രം ഡൂയിങ് ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ്, വീട്ടിലെ ജോലികൾ അവർ ചെയ്യാതാവുമെന്നും ഒക്കെ പലരും പേടിച്ചു. മോറോവർ ഗേൾസ് ഹാഡ് ടു ട്രാവൽ ത്രൂ പബ്ലിക് പ്ലേസസിലൂടെ പോകണം ടു റീച്ച് സ്കൂൾ. ആൻഡ് മെനി പീപ്പിൾ ഫെൽറ്റ് ദാറ്റ് ദിസ് വുഡ് ഹാവ് എൻ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓൺ ദം. കറപ്റ്റിംഗ് ക്യാരക്ടറും അതിലൊക്കെ സംശയമായിരുന്നു. അതിൽ അങ്ങനെയുള്ള പല സംശയങ്ങളും ആൾക്കാർക്കുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. ആൻഡ് ദേ ഫെൽറ്റ് ദാറ്റ് ഗേൾസ് ഷുഡ് സ്റ്റേ എവേ ഫ്രം പബ്ലിക് പ്ലേസസ്. അപ്പോൾ പബ്ലിക് പ്ലേസസിൽ നിന്ന് മാറി നിൽക്കേണ്ടവരാണ്, മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളെന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. ഇതാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ഗേൾസ് എഡ്യൂക്കേഷന് വേണ്ടി സ്കൂളുകളൊക്കെ തുടങ്ങിയ കൽക്കട്ടയിൽ ഒരു റിഫോമറാണ്. ആൻഡ് ദെർഫോർ ത്രൂ ഔട്ട് ദ 19th century most educated women were taught at home by their liberal fathers or husbands. ലിബറലായ കുറച്ചെങ്കിലും ലിബറലായ ഫാദറും ഹസ്ബൻഡും ഒക്കെ അവരുടെ വീട്ടിലെ സ്ത്രീകളെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കുകയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ആൻഡ് സംടൈംസ് വിമൻ ടോട്ട് ദെംസെൽഫ്. സ്ത്രീകൾ തന്നെ സ്ത്രീകളെ പഠിപ്പിക്കുകയായിരുന്നു സംടൈംസ്. ആൻഡ് ഡു യു റിമെമ്പർ ദാറ്റ് യു റെഡ് അബൌട്ട് രഷ് സുന്ദരി ദേവി ഇൻ യുവർ ബുക്ക് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ലാസ്റ്റ് ഇയർ. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്ന ബുക്കിൽ നമ്മൾ ഈ രഷ് സുന്ദരി ദേവിയെക്കുറിച്ച് ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ആൻഡ് ഷീ വാസ് one of those who secretly learned to read and write in the flickering light of candles at night. അപ്പോൾ കാൻഡിൽ വെളിച്ചത്തിൽ, അരണ്ട വെളിച്ചത്തിൽ എഴുതാനും വായിക്കാനും പഠിച്ച ഒരു സീക്രട്ടായിട്ട് പഠിച്ച ഒരു സ്ത്രീയാണ് ഈ രഷ് സുന്ദരി ദേവി. ഇൻ ദ ലേറ്റർ പാർട്ട് ഓഫ് ദ സെഞ്ചുറിയുടെ അവസാന ഭാഗമായപ്പോഴേക്കും സ്കൂൾസ് ഫോർ ഗേൾസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആര്യ സമാജ് ഇൻ പഞ്ചാബിലെ ആര്യ സമാജം കുറേ സ്കൂളുകൾ ഗേൾസിന് വേണ്ടി സ്ഥാപിച്ചു. അതുപോലെ തന്നെ ജ്യോതിറാവ് ഫുലെ ഇൻ മഹാരാഷ്ട്രയിലും ഗേൾസ് എഡ്യൂക്കേഷന് വേണ്ടി ഗേൾസ് സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു. ഇൻ അരിസ്റ്റോക്രാറ്റിക് മുസ്ലിം ഹൗസ് ഹോൾഡ്സ് ഇൻ നോർത്ത് ഇന്ത്യ വിമൻ ലേൺ ടു റീഡ് ഖുറാൻ ഇൻ അറബിയിൽ ഖുറാൻ വായിക്കാനായിട്ട് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ പഠിക്കാൻ തുടങ്ങി. ദേ വെർ ടോട്ട് ബൈ വിമൻ ഹു കെയിം ഹോം ടു ടീച്ച്. അവരെ പഠിപ്പിച്ചത് സ്ത്രീകൾ തന്നെയാണ്, അവർ വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയായിരുന്നു. സം റിഫോമേഴ്സ് സച്ച് ആസ് മുംതാസ് അലി റീഇൻറ്റർപ്രിറ്റഡ് വേഴ്സസ് ഫ്രം ഖുറാൻ ടു ആർഗ്യൂ ഫോർ വിമൻസ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന വാക്കുകളും സെൻറ്റൻസുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഈ മുംതാസ് അലി വുമൻ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്തു. The first Urdu novels began to be written from the late 19th century. late 19th century തൊട്ട് ഉറുദുവിൽ നോവൽസ് വരാൻ തുടങ്ങി, നോവൽസ് എഴുതാൻ തുടങ്ങി. amongst other things,
there were they, these were meant to encourage women to read about religion and domestic management in language they could understand. അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ റിലീജിയനെ കുറിച്ചും ഡൊമസ്റ്റിക് വീട്ടിലെ ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ സ്ത്രീകളെ പഠിപ്പിക്കാനും അതിനെ എൻകറേജ് ചെയ്യാനും ഒക്കെ ആയിട്ടായിരുന്നു ഈ റൈറ്റിങ്സ് എല്ലാം ഹെൽപ്പ് ചെയ്തത്. വിമൻ റൈറ്റ് അബൌട്ട് വിമൻ, സ്ത്രീകളെക്കുറിച്ച് എഴുതുന്നതിനെക്കുറിച്ച്. ഫ്രം ദ ഏർലി 20th സെഞ്ച്വറീൻ്റെ ആദ്യം തുടക്കത്തിൽ മുസ്ലിം വിമൻ ലൈക്ക് ബീഗംസ് ഓഫ് ഭോപ്പാലിലെ ബീഗം പ്ലേഡ് എ നോട്ടബിൾ റോൾ ഇൻ പ്രൊമോട്ടിങ് എഡ്യൂക്കേഷൻ എമംഗ് വിമൻ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്തു. ദേ ഫൗണ്ടഡ് എ പ്രൈമറി സ്കൂൾ ഫോർ ഗേൾസ് അറ്റ് അലിഗഡിൽ UP അലിഗഡിൽ ഒരു പ്രൈമറി സ്കൂൾ ഫോർ ഗേൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അനദർ റിമാർക്കബിൾ വുമൻ ആണ് ബീഗം റുഖയ്യ ഷഖാവത്ത് ഹുസൈൻ. സ്റ്റാർട്ടഡ് സ്കൂൾസ് ഫോർ മുസ്ലിം ഗേൾസ് ഇൻ പട്ന ആൻഡ് കൽക്കട്ട. പട്നയിലും കൽക്കട്ടയിലും ഈ ബീഗം റുഖയ്യ ഷഖാവത്ത് ഹുസൈൻ ഗേൾസിനുള്ള സ്കൂളുകൾ സ്ഥാപിച്ചു. ആൻഡ് ഷീ വാസ് ഫിയർലെസ് ക്രിട്ടിക് ഓഫ് കൺസർവേറ്റീവ് ഐഡിയാസ്. ഈ കൺസർവേറ്റീവ് ഐഡിയാസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ ഒരു പേടിയുണ്ടായിരുന്നില്ല. ആർഗ്യൂയിങ് ദാറ്റ് റിലീജിയസ് ലീഡേഴ്സ് ഓഫ് എവറി ഫെയ്ത്ത് accorded an inferior place to women. എല്ലാ വിശ്വാസത്തിലും എല്ലാ റിലീജിയസ് ലീഡേഴ്സും ഈ സ്ത്രീകൾക്ക് ഒരു ഇൻഫീരിയർ, ഒരു താഴ്ന്ന പ്ലേസാണ് കൊടുത്തിരിക്കുന്നതെന്ന് ആർഗ്യൂ ചെയ്ത ഒരു സ്ത്രീയായിരുന്നു. ആൻഡ് by the 1880s ഇന്ത്യൻ വുമൻ ബിഗാൻ ടു എൻ്റർ യൂണിവേഴ്സിറ്റീസ്. യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ തുടങ്ങി 1880കളിൽ സ്ത്രീകൾ. ആൻഡ് സം ഓഫ് ദം ട്രെയിൻ ടു ബി ഡോക്ടേഴ്സ്. ചിലർ ഡോക്ടേഴ്സായി. ആൻഡ് സം ഓഫ് ദം ബിക്കെയിം ടീച്ചേഴ്സ്. ചിലർ ടീച്ചർമാരായി. ആൻഡ് മെനി വിമൻ ബിഗാൻ ടു റൈറ്റ് ആൻഡ് പബ്ലിഷ് ദെയർ ക്രിട്ടിക്കൽ വ്യൂസ് ഓൺ ദ പ്ലേസ് ഓഫ് വിമൻ ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിലെ സ്ത്രീകളുടെ പ്ലേസിനെ കുറിച്ച്, സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ച് എഴുതാനും പബ്ലിഷ് ചെയ്യാനും തുടങ്ങി ഈ സ്ത്രീകൾ തന്നെ. ആൻഡ് താരാബായി ഷിൻഡെ, എ വുമൻ എഡ്യൂക്കേറ്റഡ് അറ്റ് ഹോം അറ്റ് പൂനെയിൽ വീട്ടിൽ തന്നെ പഠിച്ച താരാബായി ഷിൻഡെ പബ്ലിഷ്ഡ് എ ബുക്ക് സ്ത്രീ പുരുഷ തുലന എന്ന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാണ്. ആ ബുക്ക് എന്ന് പറയുന്നത് എ കമ്പാരിസൺ ബിറ്റ്വീൻ വുമൻ ആൻഡ് മെൻ. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ആ ബുക്ക്. ക്രിട്ടിസൈസിങ് സോഷ്യൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള സോഷ്യൽ ഡിഫറൻസസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബുക്കായിരുന്നത്. ഇവിടെ സ്റ്റുഡൻസ് ഓഫ് ഹിന്ദു മഹിളാ വിദ്യാലയ 1875 ഹിന്ദു മഹിളാ വിദ്യാലയത്തിലെ സ്റ്റുഡൻസിൻ്റെ ഒരു ഫോട്ടോയാണ്. വെൻ ഗേൾസ് schools were first set up in the 19th century, it was generally believed that the curriculum for girls ought to be less taxing than that of boys. അപ്പോൾ ആദ്യം ഗേൾസ് സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ വിചാരിച്ചത് ഗേൾസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ബോയ്സിൻ്റെ സിലബസിനെക്കാളും കുറച്ചുകൂടി എളുപ്പമുള്ളതായിരിക്കണം എന്ന്. The Hindu Mahila Vidyalaya was one of the first institutions to provide girls with the kind of learning that was usual for boys at that time. ബോയ്സിന് എന്താണോ പഠിക്കേണ്ടിയിരുന്നത് അതേ കറിക്കുലം തന്നെ, അതേ സിലബസ് തന്നെ പഠിപ്പിച്ച ഒരു വിദ്യാലയമാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹിന്ദു മഹിളാ വിദ്യാലയ. പണ്ഡിത രമാബായി, എ ഗ്രേറ്റ് സ്കോളർ ഓഫ് സാൻസ്ക്രിറ്റ്, സംസ്കൃതത്തിലെ പണ്ഡിതയായ രമാബായി felt that Hinduism was oppressive towards women. ഹിന്ദുയിസം സ്ത്രീകളെ അടിച്ചമർത്തുന്നതാണെന്ന് ഉള്ള ഒരു ഫീലിംഗ്, ഒരു ഒപ്പീനിയനുള്ള വനിതയായിരുന്നു ഈ പണ്ഡിത രമാബായി. ആൻഡ് wrote a book about miserable lives of upper caste Hindu women. അപ്പർ കാസ്റ്റ് ഹിന്ദു വിമൻ്റെ മിസറബിൾ ലൈഫിനെ കുറിച്ച്, കഷ്ടപ്പാടിൻ്റെ ജീവിതത്തെക്കുറിച്ച് ബുക്ക് വരെ എഴുതിയിട്ടുണ്ട്. ഷീ ഫൗണ്ടഡ് വിഡോസ് ഹോം അറ്റ് പൂന ടു പ്രൊവൈഡ് ഷെൽട്ടർ ടു വിഡോസ് ഹു ഹാഡ് ബീൻ ട്രീറ്റഡ് ബാഡ്ലി ബൈ ദെയർ ഹസ്ബൻഡ്സ് റിലേറ്റീവ്സ്.
ഇപ്പോൾ വിധവയായ ശേഷം ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് വളരെ മോശമായി പെരുമാറുന്ന സ്ത്രീകളെ പാർപ്പിക്കാനായിട്ട് വിഡോസ് ഹോമും സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഹിയർ വിമൻ വെർ ട്രെയിൻഡ്. ഇവിടെ ആ സ്ത്രീകളെ ട്രെയിൻ ചെയ്യിപ്പിക്കും സോ ദാറ്റ് ദേ കുഡ് സപ്പോർട്ട് ദം സെൽഫ് എക്കണോമിക്കലി ഫിനാൻഷ്യലി ആയി അവർ സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുക, അവരെ പഠിപ്പിക്കുക ഒക്കെ ചെയ്തിരുന്നു. Needless to say, all these more than alarmed the ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഫോർ ഇൻസ്റ്റൻസ്, മെനി ഹിന്ദു നാഷണലിസ്റ്റ് ഫെൽറ്റ് ദാറ്റ് ഹിന്ദു വുമൻ വെർ അഡോപ്റ്റിംഗ് വെസ്റ്റേൺ വേയ്സ്. അപ്പോൾ പല ഹിന്ദു നാഷണലിസ്റ്റും ഇങ്ങനെ വിചാരിക്കാൻ തുടങ്ങി, ഹിന്ദു സ്ത്രീകൾ വെസ്റ്റേൺ ലൈഫ് ഫോളോ ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാനും തുടങ്ങിയെന്നും ദിസ് വുഡ് കറപ്റ്റ് ഇന്ത്യൻ ഹിന്ദു കൾച്ചർ ആൻഡ് ഇറോഡ് ഫാമിലി വാല്യൂസ്. അപ്പോൾ അത് നമ്മുടെ ഹിന്ദു കൾച്ചർ ഇല്ലാതാക്കുമെന്നും ഫാമിലി വാല്യൂസ് ഇല്ലാതാക്കുമെന്നും ഒക്കെ അവർ വിചാരിച്ചു. ഓർത്തഡോക്സ് മുസ്ലിംസ് വെർ ഓൾസോ വറീഡ്. അവരും വറിയായിരുന്നു അബൌട്ട് ദി ഇമ്പാക്റ്റ് ഓഫ് ദീസ് ചേഞ്ചസ്. ഈ ചേഞ്ചസിൻ്റെ ഇമ്പാക്റ്റിനെ ഓർത്ത് അവരും വറീഡായിരുന്നു. ആസ് യു ക്യാൻ സീ, ബൈ ദി എൻഡ് ഓഫ് 19th century women themselves were actively working for reform. ഇപ്പോൾ റിഫോമിന് വേണ്ടിയിട്ട് സ്ത്രീകൾ തന്നെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ബൈ ദ എൻഡ് ഓഫ് 19th century. ദേ റോട്ട് ബുക്സുകൾ എഴുതി, എഡിറ്റഡ് മാഗസിൻസ് ആൻഡ് ഫൗണ്ടഡ് സ്കൂൾസ് ആൻഡ് ട്രെയിനിങ് സ്കൂളുകളും ട്രെയിനിങ് സെൻറ്ററുകളൊക്കെ സ്ഥാപിച്ചു. ആൻഡ് സെറ്റ് ഓഫ് വുമൻസ് അസോസിയേഷൻസ് ഒക്കെ സ്ഥാപിച്ചു. ആൻഡ് ഫ്രം ദ ഏർലി 20th century തുടക്കത്തിൽ ദേ ഫോംഡ് പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പ്സ് ടു പുഷ് ത്രൂ ദ ലോസ് ഓഫ് ഫീമെയിൽ സഫ്രേജ്. ഫീമെയിൽ സഫ്രേജ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി, സ്ത്രീകളുടെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി, ബെറ്റർ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ ഫോർ വിമൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയെല്ലാം പ്രഷർ ചെയ്യാനായിട്ട് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് വരെ തുടങ്ങിയവർ. സം ഓഫ് ദം ജോയിൻഡ് വേരിയസ് കൈൻഡ്സ് ഓഫ് നാഷണലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ് ഫ്രം 1920. 1920-കളിൽ അവർ പല നാഷണലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിൽ വരെ ജോയിൻ ചെയ്തു പ്രവർത്തിക്കാൻ തുടങ്ങി. ഇൻ ദ 20th century, 20th സെഞ്ച്വറിയിൽ ലീഡേഴ്സ് സച്ച് ആസ് ജവഹർലാൽ നെഹ്റു ആൻഡ് സുഭാഷ് ചന്ദ്ര ബോസ് lend their support to the demands of greater equality and freedom for women. സ്ത്രീകളുടെ ഫ്രീഡത്തിനും ഇക്വാലിറ്റിക്കും വേണ്ടിയിട്ട് ഈ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസൊക്കെ അവരും സപ്പോർട്ട് വാഗ്ദാനം ചെയ്തു. നാഷണലിസ്റ്റ് ലീഡേഴ്സ് പ്രോമിസ്ഡ് ദാറ്റ് there would be full suffrage for all men and women ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് കിട്ടി കഴിയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടുമെന്നും അത് പ്രോമിസ് ചെയ്തു. ആൻഡ് ഹൗവർ ടിൽ ദെൻ ദേ ആസ്ക്ഡ് വിമൻ ടു കോൺസെൻട്രേറ്റ് ഓൺ ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾസ്. ബ്രിട്ടീഷുകാരോടുള്ള ഫൈറ്റിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സ്ത്രീകളോട് അവർ ആവശ്യപ്പെടുകയായിരുന്നു. വൺസ് എ വുമൻസ് ഹസ്ബൻഡ് ഹാസ് ഡൈഡ്. ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് മരിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു ബുക്കിൽ, അതായത് സ്ത്രീ പുരുഷ തുലന എന്ന ബുക്കിൽ താരാവായി എഴുതുന്ന ഒരു ചെറിയൊരു എക്സ്ട്രാക്റ്റാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. ഈസൻറ്റ് എ വുമൻസ് ലൈഫ് ആസ് ഡിയർ ടു ഹെർ ആസ് യുവേഴ്സ് ടു യു. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എത്ര ഡിയർ ആണോ, ലൈഫ് എന്ന് പറയുന്നത് എത്ര വാല്യുബിൾ ആണോ അത്രത്തോളം വാല്യുബിൾ അല്ലേ ഈ വുമന്, സ്ത്രീയുടെ ലൈഫ്. ആൻഡ് ഇറ്റ്സ് ആസ് ഇഫ് വിമൻ ആർ മെൻ ടു ബി മെയ്ഡ് ഓഫ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം മെൻ ഓൾ ടുഗെദർ. പുരുഷന്മാരെ ഉണ്ടാക്കിയിരിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടാണോ സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്? മെയ്ഡ് ഓഫ് ഡസ്റ്റ് ഫ്രം എർത്ത് ഓർ റോക്ക് ഓർ റസ്റ്റഡ് അയൺ. അപ്പോൾ ഈ സ്ത്രീകൾ ഉണ്ടാക്കിയിരിക്കുന്നത് തുരുമ്പ് പിടിച്ച അയൺ കൊണ്ടോ ഡസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ മണ്ണ് കൊണ്ടോ ആണോ? ആൻഡ് യുവർ ലൈഫ്സ് ആർ മെയ്ഡ് ഓഫ് പ്യുവർ ഗോൾഡ്. അതായത് പുരുഷന്മാരെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്യുവർ ഗോൾഡ് കൊണ്ടാണോ? യു ആർ ആസ്കിങ് മീ വാട്ട് ഐ മീൻ. നിങ്ങൾ ചോദിക്കുകയാണ് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഐ മീൻ വൺസ്
once a woman's husband has died, ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് മരിച്ചു കഴിയുമ്പോൾ വാട്ട്സ് ഇൻ സ്റ്റോർ ഫോർ ഹെർ, അവൾക്ക് എന്താണ് ബാക്കിയുള്ളത്? ബാർബർ കംസ് ടു ഷേവ് ഓൾ ദ കേൾസ് ആൻഡ് ദ ഹെയർ ഓഫ് ഹർ ഹെഡ്. അവളുടെ ബാർബർ വരുന്നു, അവളുടെ തലയുടെ മുടി മൊത്തം വടിച്ചു കളയുന്നു. ആൻഡ് ജസ്റ്റ് കൂൾ യുവർ ഐസ്, നിങ്ങളുടെ കണ്ണുകളെ കൂൾ ചെയ്യാനായിട്ട്, നിങ്ങളുടെ കണ്ണുകളെ തണുപ്പിക്കാനായിട്ട്. ആൻഡ് ഷീ ഈസ് ഷട്ട് ഔട്ട് ഫ്രം ഗോയിങ് ടു വെഡിങ്സിന് പോകാൻ പറ്റില്ല, റിസപ്ഷന് പോകാൻ പറ്റില്ല. ഓസ്പീഷ്യസ് ഒക്കേഷൻസ്, മാരീഡ് വുമൺ പോകുന്ന ഒരു ഓസ്പീഷ്യസ് ഒക്കേഷനും അവൾക്ക് പോകാൻ പറ്റാതാവുന്നു. ആൻഡ് വൈ ഓൾ ദീസ് റെസ്ട്രിക്ഷൻസ്? എന്തുകൊണ്ടാണ് ഓൾ ദീസ് റെസ്ട്രിക്ഷൻസ്? എന്താ? ബിക്കോസ് ഹെർ ഹസ്ബൻഡ് ഹാസ് ഡൈഡ്. അവളുടെ ഹസ്ബൻഡ് മരിച്ചതുകൊണ്ടോ? ഷീ ഈസ് അൺലക്കിയാണോ? ആൻഡ് ഇൽ ഫേറ്റ് ഈസ് റിട്ടൺ ഓൺ ഹർ ഫോർഹെഡ്. ഇൽ ഫേറ്റ് അവളുടെ ഫോർഹെഡിൽ, അവളുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്നു. ആൻഡ് ഹെർ ഫേസ് ഈസ് നോട്ട് ടു ബി സീൻ, അവളുടെ മുഖം മറ്റാരും കാണില്ല. ആൻഡ് ഇറ്റ്സ് എ ബാഡ് ഓമൻ, ഒരു ബാഡ് ലക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രാക്റ്റ് ആ ബുക്കിൽ നിന്നുള്ളതാണ്. താരാഭായിഷിൻ്റെ എഴുതിയ സ്ത്രീ പുരുഷ തുലന എന്ന ബുക്കിലെ മെൻ ആൻഡ് വിമൻ്റെ കമ്പാരിസണുള്ള ആ ബുക്കിലെ കുറച്ച് പാട്ടായിരുന്നു നമ്മൾ നോക്കിയത്. ദെൻ ലോ അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ലോയിനെ കുറിച്ച് പറയുന്നുണ്ട്. വിത്ത് ദ ഗ്രോത്ത് ഓഫ് വുമൻസ് ക്യാമ്പ് ഓർഗനൈസേഷൻസ് ആൻഡ് റൈറ്റിങ്സ് ഓൺ ദീസ് ഇഷ്യൂസ്, വിമൻ ഓർഗനൈസേഷൻസ് വന്നു. ഈ ഇഷ്യൂസിലെല്ലാം ഒരുപാട് പേര് എഴുതി. ആൻഡ് ദ മൊമെൻറ്റം ഫോർ റിഫോം ഗെയിൻ സ്ട്രെങ്ത്. ഈ റിഫോമിനുള്ള, അതായത് ചൈൽഡ് മാരേജ് ബാൻ ചെയ്യാനുള്ള ആ മൊമെൻറ്റ്, ആ റിഫോമിനുള്ള സ്ട്രെങ്ത്, അതിൻ്റെ മൊമെൻറ്റം കൂടി. ആൻഡ് പീപ്പിൾ ചാലഞ്ച്ഡ് another established custom, that of ചൈൽഡ് മാരേജിനെ ചലഞ്ച് ചെയ്തു. And there were a number of Indian legislatures in the Central Legislative Assembly who fought to make a law preventing ചൈൽഡ് മാരേജിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ലോ കൊണ്ടുവരാനായിട്ട് ലെജിസ്ലേച്ചേഴ്സ് ട്രൈ ചെയ്തു. ഇൻ 1929 ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻഡ് ആക്ട് വാസ് പാസ്ഡ് without a kind of bitter debates and struggles that earlier laws had seen. മറ്റ് ലോകൾ കൊണ്ടുവരാനായിട്ട് അത്ര ബുദ്ധിമുട്ട് ഈ ലോ കൊണ്ടുവരാൻ ഉണ്ടായിരുന്നില്ല. അക്കോർഡിംഗ് ടു ദ ആക്ട്, no man below the age of 18 and a woman below the age of 16 could marry. പുരുഷന്മാർക്ക് 18 വയസ്സും സ്ത്രീകൾക്ക് 16 വയസ്സും മിനിമം മാരേജ് ചെയ്യാനായിട്ട് വേണമെന്ന് നിജപ്പെടുത്തുകയാണ്. സബ്സിക്വൻ്റ്ലി അത് കഴിഞ്ഞിട്ട് ദീസ് ലിമിറ്റ്സ് വർ ഇൻക്രീസ്ഡ് ടു 21 ഫോർ മെൻ. പുരുഷന്മാർക്ക് 21, സ്ത്രീകൾക്ക് 18 ഉയർത്തി. ഈ ഫിഗറിൽ കാണുന്നത്, ഈ ഫോട്ടോയിൽ കാണുന്നത് ബ്രൈഡ് അറ്റ് ദ ഏജ് ഓഫ് 8 വയസ്സുള്ള ഒരു വധുവിനെയാണ്. ദിസ് ഈസ് എ പിക്ചർ ഓഫ് ചൈൽഡ് ബ്രൈഡ് അറ്റ് ബിഗിനിങ് ഓഫ് ദ 20th സെഞ്ച്വറീൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചൈൽഡ് മാരേജിൻ്റെ ഒരു പിക്ചറാണത്. ഡു യു നോ ദാറ്റ് ഈവൻ ടുഡേ, ഇപ്പോഴും 20% ഓഫ് അവർ ഗേൾസ് ഇൻ ഇന്ത്യ ആർ മാരീഡ് ബിലോ ദ ഏജ് ഓഫ് 18 താഴെ 20% പെൺകുട്ടികൾ ഇപ്പോഴും വിവാഹിതരാകുന്നു എന്നാണ് കണക്കുകൾ. പിന്നെ അടുത്ത പാട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.